അതിഗംഭീരമായി രസകരമായ നിലയിൽ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ തങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിന് ചാക്യാരെ കൂടി കൂട്ടുപിടിക്കുകയാണ് കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണ പരിപാടികളിൽ കാണാം. നമ്മൾ ഇന്നുള്ളത് കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ കണിയാങ്കുന്നിലാണ്. കണിയാങ്കുന്നിലെ 4-ാം വാർഡിലെ ഇടതുമുന്നണിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ ക്യാമ്പയിന് സ്ഥാനാർത്ഥികൾക്ക് പുറമെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. ചേട്ടാ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആരാ? വെയിറ്റ് ചെയ്യൂ, ഒരാളുണ്ട്, സ്പെഷ്യലാണ്, ഇപ്പോൾ വരും, കാത്തിരിക്കാം നമുക്ക്. ഇത്തവണത്തെ ഇലക്ഷൻ വിളിക്കാം അല്ലേ? മോൻ ചെന്ന ഓരോ ഓട്ടോ വെച്ചിട്ട് വരാം. സന്തോഷമായിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ വി കെ നിസാമുദ്ദീൻ നമ്മുടെ 4-ാം വാർഡിലെ അല്ലേ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. മുമ്പ് ബ്ലോക്കിലല്ലായിരുന്നു, അന്നൊക്കെ നന്നായിട്ട് ബ്ലോക്ക് അനുഭവപ്പെട്ടേ. വീണ്ടും ഇത്തവണ ഗ്രാമപഞ്ചായത്തിലേക്ക് മിടുക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥിയായിട്ടുള്ള രമ്യ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കാണ് നിൽക്കുന്നത്. കേമത്തരം കേട്ടോ. അറിയാലോ, ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന അല്ലേ നോർത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാ പി കെ നിസാമുദ്ദീൻ. മറക്കണ്ട കേട്ടോ. അതുപോലെ അനിയനും പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ജില്ലയിലേക്ക് ആരാ നിൽക്കുന്ന അറിയാവോ? കേട്ടിട്ട് ഒന്നുകൂടെ പറഞ്ഞോളൂ. ഒച്ചത്തിൽ പറഞ്ഞു കേട്ടെ. എന്താ ഇങ്ങനെ പേര്? മോൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഗ്രാമപഞ്ചായത്തിലേക്ക് നിൽക്കുന്ന നമ്മുടെ അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിസാമുദ്ദീൻ, ജില്ലാ പഞ്ചായത്തിലേക്ക് ആരാ? രമ്യ തോമസ്. മറക്കത്തിട്ടോ. അപ്പൊ എല്ലാവർക്കും ആയിക്കോട്ടെ. സാംസ്കാരിക മേഖലയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം, കലയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവിടെ അത്തരത്തിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പ്രചരണ രീതി ഉണ്ടാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രചരണം, അതുപോലെ തന്നെ ജനങ്ങളെ കാണണം എന്ന് തീരുമാനിച്ചത്. നമ്മുടെ 4-ാം വാർഡിലേക്ക് ആരാ നിൽക്കണത്? ഇതോ ഇങ്ങനെയാണോ പേരോ? ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ മത്സരിക്കുന്ന കേമയായിട്ടുള്ള LDF സ്ഥാനാർത്ഥി ആരാ? രമ്യ ഗംഭീരായിരിക്കുള്ളൂ. എന്തായിരുന്നു ഇന്നത്തെ ഒരു പ്രചരണം? അങ്ങനെ ഉണ്ടായി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും കൂടാതെ ഹാസ്യരൂപേണ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കും. ചാക്യാർ വന്നിട്ട് എല്ലാവർക്കും നല്ല ഉഷാറായി, ഉന്മേഷം വന്ന്. പുറപ്പെട്ടു വന്നത് മനസ്സിലായോ? വോട്ട് ചോദിക്കാൻ എന്തേലും പറയാതെ ഇപ്പൊ പറഞ്ഞോളൂ. അപ്പൊ ഉച്ചയ്ക്കുള്ള ഭോജനമൊക്കെ ശരിയായോ? നാളെ കോതമംഗലം, അത് കഴിഞ്ഞാൽ പാലക്കാട്, പിന്നെ കണ്ണൂർ, അങ്ങനെ എല്ലാവരും എൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചാക്യാരൊരു വെറൈറ്റി ആണല്ലോ. പൊള്ളുന്ന ചൂടാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതിൻ്റെ ചൂടിലേക്ക് കിടക്കുകയാണ്. ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ് ചാക്യാർക്കും ചാക്യാരുടെ സംഘത്തിനുമുള്ളത്. നമ്മൾ തൽക്കാലം വിടവാങ്ങുന്നു. ബിനു തോമസിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഹായ് 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 ഹായ്. ചാക്യാർ കൂത്ത് എന്നത് തന്നെ അതിൻ്റെ മർമ്മം എന്നത് ആക്ഷേപഹാസ്യമാണ്. അതുകൊണ്ട് ഏത് സ്ഥലത്തും അത് ഫിറ്റാവും. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ രസകരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ കഴിയും. ഇനി മറുഭാഗം അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ എന്തൊക്കെയാണ് പരീക്ഷിക്കുന്നതെന്ന് നോക്കാം. വിഷ്ണു, അദ്ദേഹത്തിന് നല്ല തിരക്കുണ്ടല്ലേ? അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് ആളുകൾ ചാർട്ട് ചെയ്യുകയാണ് പ്രചാരണ പരിപാടികൾ. നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പും ഓരോ രീതിയിലുള്ള പുതിയ പ്രചരണ രീതികളാണ് സമ്മാനിക്കാറുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പരിശോധിച്ചാൽ ഇക്കാലത്തും പുതിയ ഏറ്റവും ആധുനികമായിട്ടുള്ള പുതിയ പാട്ടുകളുടെ എല്ലാം പാരഡി ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഒരു ചാക്യാർ കൂത്ത്, ചാക്യാരെ തന്നെ നേരിട്ട് അവതരിപ്പിച്ച ആ ചാക്യാരിലൂടെ വോട്ട് തേടുക എന്നൊരു
ആശയത്തിലേക്ക് കടങ്ങല്ലൂരിലെ പാർട്ടി പ്രവർത്തകർ എത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയാണ് ആ ചാക്യാർ അവിടെ വോട്ട് അഭ്യർത്ഥിച്ചത്. അദ്ദേഹവും ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വർഷങ്ങളായി ഈ ചാക്യാർ കൂത്ത് അഭ്യസിച്ച് ചാക്യാരായി പല വേദികളിലും നിറഞ്ഞാടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് ഈ ചാക്യാർ കൂത്ത് പോലുള്ള കലാരൂപങ്ങളെല്ലാം ആളുകൾ മറന്നു തുടങ്ങിയ ഒരു കാലമായിരുന്നു. ഇപ്പോൾ ഈ രീതിയിലെങ്കിലും അങ്ങനെ ആളുകളിലോട്ട് അത് വീണ്ടും എത്താൻ സാധിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ കുറേ തൊഴിലവസരങ്ങൾ ഇതുപോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ആളുകളിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉൾപ്പെടെ ഇതുപോലുള്ള ഈ ഒരു പ്രചാരണ രീതിക്ക് വേണ്ടി അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ വിദേശത്തും ഇവർക്കിപ്പോൾ ഒരു ഉദ്ഘാടന വേദികളിലും അതുപോലെ ചില പരിപാടികളിലെല്ലാം ആങ്കറിങ് ചെയ്യുന്നതിനുൾപ്പെടെ ഇവരെ സമീപിക്കുന്നുണ്ട്. അത് ഈ കലാരൂപം അഭ്യസിച്ചത് കൊണ്ട് അത് ഒരു കാലത്ത് ആളുകൾ മറന്നുപോയ ആ ഒരു കലാരൂപത്തെ വീണ്ടും ആളുകളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഒരുക്കുന്നതെന്നാണ് തോമസ് പറയുന്നത്. ഏതായാലും ഈ വോട്ടഭ്യർത്ഥന ഒരു രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. ആ ചെല്ലുന്ന ആരും ഒരിക്കലും ആ സ്ഥാനാർത്ഥികളെ മറക്കില്ല എന്നുള്ള കാര്യം നമുക്കൊരു വാർത്ത കാണുമ്പോൾ മനസ്സിലാകും. കാരണം അത്രയ്ക്കും ഹാസ്യവും അതെല്ലാം ഇടകലർത്തിക്കൊണ്ട് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോ നർമ്മ മുഹൂർത്തങ്ങളിലൂടെയാണ് ആ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഒരു തരത്തിലും ആരും ഇപ്പോൾ നമ്മുടെ ആ ദൃശ്യങ്ങളിൽ കാണുന്നവരും അതുപോലെ തന്നെ ഈ ചാക്യാർ എത്തിയ ആരും ആ ഒരു സ്ഥാനാർത്ഥികളെ മറക്കില്ല. അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ വ്യത്യസ്തമായ ചാക്യാർ വരുന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അവർക്ക് രസകരമായി പ്രചാരണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മറുഭാഗം അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ പല വിധത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കും. അവസാനം വോട്ട് ഒരു ചാക്യാരെ സ്വാധീനിച്ച അല്ലെങ്കിൽ ചാക്യാരുടെ ഒരു രസകരമായ കാഴ്ചകൾ കണ്ട് വോട്ട് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ചിലരെയെങ്കിലുമൊക്കെ സ്വാധീനിക്കാൻ കഴിയട്ടെ അല്ലേ?